ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ സീസണ. ഞാൻ ബിഗ് ബോസിൽ പോയി അറിയാത്ത ആൾക്കാരുണ്ട്, ഞാൻ ആരാധന അറിയാത്ത ആൾക്കാരുണ്ട്. ഒരു അങ്ങനത്തെ ഷോ ആണ് അവർ. ഇതെല്ലാം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലൈവ് അല്ലേ, 24 hours ആണ്. അപ്പൊ ഈച്ച് ആൻഡ് എവറിഥിങ്. അപ്പൊ നവീന ഷാനവാസ് അതിന് മുമ്പ് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, ഈഗോ ക്ലാഷിക് ഉണ്ടാവും. അതൊക്കെ തമ്മിൽ ഒരു കണക്ട് ആവുന്നുണ്ടാവും. ഈ അനിമോളുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിൽ നാടകമാണെന്ന് പുറമെ. ഒരിക്കലും ബ്രോ, അനിമോളിനെ പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനിമോൾ അറിയാം. അനിമോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാര്യം പെട്ടെന്ന് കരച്ചിൽ വരും, അതുപോലെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടോളം സന്തോഷം വരും. അത് അങ്ങനത്തെ ക്യാരക്ടറാണ്. ഓരോ മനുഷ്യന്മാരും ഓരോ ക്യാരക്ടർ അല്ലേ. നമ്മളിപ്പോ വെറുതെ എന്തിനാ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്ന സമയത്ത് അത്രയും ഷൗട്ട് ചെയ്ത് അനുമോള് കരഞ്ഞില്ല എന്നുള്ളതാണ്. അനിമോള് കരഞ്ഞില്ല എന്നല്ല, അനിമോളുടെ സ്റ്റേറ്റ്മെന്റിൽ അനിമോൾ ഉറച്ചു നിന്നതാണ്. അത് അവിടെ കരയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ അവിടെ അനിമോൾക്ക് എങ്ങനെ കരച്ചിൽ വന്നത്, അനിമോൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. ലാലേട്ടൻ അത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. അപ്പൊ അനിമോൾ ഞാൻ കണ്ട കാര്യമാണ്. അന്നും ഇന്നും ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് പോയപ്പോൾ അനിമോൾ അത് എന്നോട് പറഞ്ഞു, ഞാൻ കണ്ട കാര്യമാണ് ഇക്ക. ഞാൻ പറഞ്ഞു, നീ കണ്ടത് ചിലപ്പോ കണ്ടില്ല എന്ന് മറ്റ് നടിക്കേണ്ടി വരും. അതാണ് ബിഗ് ബോസ് ഷോ. ബ്രോ അത് വിശ്വസിക്കുന്നുണ്ടോ അവര് തമ്മില്? ഇപ്പൊ ഞാൻ കാണാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അനിമോള് പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനിമോള് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, ചില കാര്യം നമ്മൾ കാണാത്ത പോലെ കണ്ണടച്ച് ജീവിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, ചിലത് നമ്മൾ കണ്ടില്ല മറ്റ് മുന്നോട്ട് പോവുക. കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ പല ആളുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാകുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ട്രബിൾ ആയ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോയ സ്ഥിതിക്ക് 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആര്യനെയും ജിസേലിനെയും കണ്ടപ്പോ അവരുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അല്ല, ആര്യൻ ജിസേല് അവര് സുഹൃത്തുക്കളായിട്ടും പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ ഞാൻ ബേസിക്കലി ഒരു മോഡലാണ്. ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവര് തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്യുന്നതുമായിട്ട് ഞാൻ അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ തമ്മിൽ വേറൊരു ബന്ധമാണെന്നോ പറയുന്ന ഒരാളല്ല ഞാൻ അങ്ങനത്തെ ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. കാര്യം ഞാൻ വളർന്നതും ഒരു നോർമൽ വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല. കാര്യം ഞാൻ കണ്ണുകണ് കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അവർ അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ ഞാൻ പറയുമില്ല. പക്ഷെ അവര് തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അനുമോൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണോ? ബ്രോ, അനുമോൾ കണ്ടു എന്നാണ് പറയണത്. ബ്രോ, അനുമോൾ ജഡ്ജ് ചെയ്യാൻ അല്ല അങ്ങനെയല്ല, ഇനിയിപ്പോ ബ്രോ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സമയം എന്താ പറയാ, ഇപ്പൊ തോളത്ത് കൈയിട്ടാലും കിടന്നാലും പ്രശ്നമല്ല. അനുമോൾ കണ്ടു, അവര് തമ്മിൽ ചുംബിക്കുന്നു എന്നല്ല അനുമോൾ പറയുന്നത്. അങ്ങനെയാണ് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാനത് കണ്ടില്ല. അനുമോൾ കണ്ടു എന്നല്ല പറഞ്ഞത്. അനുമോൾ എന്നോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്, അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്. അല്ല, ഈ സീസണിൽ പുരുഷന്മാർക്ക് അത് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പം മറ്റു സീസണെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാരും ഒരു കാർഡായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഈ അലിഗേഷൻസ് ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളൂ. അതായത് ഈ നമ്മുടെ ഒനിയുടെ കാര്യം, ആര്യന്റെ കാര്യം. അത് അലിഗേഷൻ എന്ന് പറയാൻ പറ്റൂല. അത് ആര്യൻ കയറി കിടന്ന കാര്യമാണ്. അത് ആര് തമാശ കാണിച്ചാ. ആര്യൻ ബേസിക്കലി 23 വയസ്സുള്ളൂ. ഞാൻ അതിനോട് ഏജ് ചോദിച്ചു, അവന് 23 വയസ്സുള്ളൂ. അല്ല, 23 വയസ്സായാലും അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെ. അത് 23 വയസ്സ് 22 വയസ്സ് 22 ഒന്നും തെറ്റ് തന്നെ ആര് ചെയ്താലും. അപ്പൊ അത് എന്ത് ഇന്റൻസിലെ കിടന്നേന്നുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഞാൻ ആ സ്പോട്ടിൽ അവിടെ ഇല്ല. ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈലിൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാര്യം അത് എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പിന്നെ മറ്റേ നെവിന്റെ സെക്ഷുവാലിറ്റിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? നെവിന്റെ സെക്ഷുവാലിറ്റി ഷാനവാസാണോ നിങ്ങൾ പറഞ്ഞത്? ആര് ചോദ്യം ചെയ്യുന്ന പറഞ്ഞത്? അല്ല, ഈ പറഞ്ഞ പോലെ മോശമായി ഉള്ള തൊടലെ പിടിക്കൽ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? ഷാനവാസ് സംസാരിച്ച കാര്യം നിങ്ങൾ പറഞ്ഞു. അത് ചോദ്യം ചെയ്തല്ലോ. അല്ല, അത് കുറെ ആൾക്കാർ അതിനെ എന്താ പറയാ, അതിനെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിവിന് ഷാനവാസ് തമ്മിൽ എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ട്. അതിലെന്തോ ഷാനവാസിന്റെ ബെഡിലൊന്ന് കിടന്നു, അങ്ങനത്തെ ഒരു കഥയല്ലേ. അതെന്തോ ഞാൻ ചോദിച്ചു. അത് രണ്ടുപേരും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടുന്ന് പിരിയുമ്പോൾ കൈ പിടിച്ച് പിരിയുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത് വലിയൊരു കോൺട്രവേഴ്സി ഉള്ള കാര്യമാണ്. അത് നമ്മൾ ഒരാളുടെ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ ഞാൻ കണ്ടു. ഞാൻ ഇവനെ സമാധാനപ്പെടുത്തി. കാര്യം ഞാൻ ഇവനോട് പറഞ്ഞു, ബ്രോ ഇതൊന്നല്ല ലോകം. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് 100 ദിവസം വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായെന്നും പറഞ്ഞിട്ട് 100 ദിവസം നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ ഡേയ്സ് കം. ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല ദിവസം വരും. അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തി. ഞാൻ ഷാനവാസിനടുത്ത് പോയി ചോദിച്ചു. ഷാനവാസ് പറഞ്ഞ വേറൊരു കാര്യമാണ്, നിവിൻ എന്തോ ബെഡിൽ കിടന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു കഥ പറഞ്ഞു.
ഇത്തവണത്തെ ബിഗ് ബോസിലെ സെലക്ഷൻ പാളിപ്പോയെന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസിന്. ഒരിക്കലും ഇല്ല ബ്രോ. കാര്യം ബിഗ് ബോസിൽ ഈ സെലക്ഷൻ ഈ പ്രാവശ്യമാണ് ഒരു കൊമ്പനില്ലാത്ത ഒരു ബിഗ് ബോസ് കാണുന്നത്. കാര്യം അല്ലെങ്കിൽ ഏതിലൊരുത്തും ജയിക്കും, അവൻ ഭയങ്കര പവർഫുൾ, എല്ലാവരും അവൻ കയറിയാണ് ഭരിക്കല്, അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോ. കാര്യം അങ്ങനെ ഒരു കൊമ്പനില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ സീസണെ അറിയാലോ, ഒരുത്തൻ കയറി അങ്ങ് ഭയങ്കര ഒച്ചയോട് സംസാരിക്കുകയും അവൻ കയറി ഹൗസ് മേറ്റ് എല്ലാവരെയും കയറി ഭരിക്കുകയും അവന്റെ നിയന്ത്രണത്തിൽ ഹൗസ് മേറ്റ് എല്ലാവരും അവന്റെ ഒരു പാവയെ പോലെ, അവൻ ചലിപ്പിക്കുന്ന പാവകളെ പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ പരിപാടിയായിരുന്നു. ശരിക്കും ഒരാളിലേക്ക് ഷോ അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. വിന്നറെ നിർണ്ണയിക്കാനായിട്ട് അതാണ് ഷോ. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരാൾ ഷിയാസിന്റെ പരിപാടിക്ക് പോയപ്പോ ഷിയാസ് കൊമ്പനല്ലായിരുന്നു പറയുന്നത്. ഷിയാസ് കരീമിന്റെ സീസണിൽ ഞാനൊരിക്കലും ഞാൻ സീസണിൽ ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള മനുഷ്യനാണ്. ഞാനങ്ങനെ ഷിയാസ് അങ്ങനെ ആവായിരുന്നല്ലോ. ഇത്രയും പോലും ഒരിക്കലും ആവാൻ പറ്റില്ല. അവിടെ ഷിയാസ് കരീം എന്ന വ്യക്തി ഒന്നും ആർക്കും അറിയാൻ പാടില്ല. അന്ന് എന്റെ കൂടെ ഉണ്ടാകുന്നത് ശ്വേതാ മേനോൻ, രഞ്ജിനി ഹരിദാസ്, പേളിമണി, സാബു, ശ്രീനിഷ് അളവിൻ, ബഷീർ ബാഷി, അനൂപ് ചന്ദ്രൻ, അങ്ങനെ വലിയ ആ ഒരു സമയത്താണ് ഇപ്പൊ അനീഷ് എന്നുള്ളൊരു കോമർ കട്ടക്ക് പിടിച്ച് നിൽക്കുന്നത്. അനീഷ് എന്നൊരു വ്യക്തി കോമണർ നിൽക്കുന്ന അനീഷ് നല്ല രീതിയിൽ അത്യാവശ്യം പഠിപ്പും അത്യാവശ്യം പുസ്തകം എഴുതുകയും അത്യാവശ്യം കാര്യങ്ങളെ പറ്റി എനിക്കൊരു തേങ്ങ അറിയാൻ പാടില്ല. ഞാൻ ഒരു മോഡൽ എന്ന രീതിയിലാണ് നമ്മൾ പോയത്. അല്ലാതെ എന്റെ വീട് പെരുമ്പാവൂരാണ് ഒരു മോഡൽ. എനിക്ക് പ്രത്യേകിച്ച് കഴിവുള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഞാൻ മോഡൽ മാത്രമായിരുന്നു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പറയാം. ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിലെ ചെയ്ത അല്ല, ഇപ്പൊ ഞാൻ അത്യാവശ്യം നിങ്ങളോടൊക്കെ ഈ ഒരു ക്യാമറ മുന്നിൽ നോക്കി നിന്ന് കൈ വരയ്ക്കാതെ ചുണ്ടു വരയ്ക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എന്റെ ഈ ഒരു 5, 6, 7 കൊല്ലത്തിലെ എന്റെ ജേണിയിൽ ഉണ്ടായത് മാറ്റമാണ്. ഇപ്പൊ ഈ ഷിയാസ് കരീം ഈ പോകുന്നതിന് മുന്നേ തന്നെ അവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത കാര്യമായിരുന്നു. LGBT കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തിട്ട് ലക്ഷ്മിയോട് സംസാരിച്ചിരുന്നല്ലോ. ലക്ഷ്മി 2018 ഡിസംബർ 2018-16 ഡിസംബർ 16 തീയതി ഒരു പോസ്റ്റ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ, ഞാൻ ലക്ഷ്മിയുടെ ഫേസ്ബുക്കിൽ തമ്മിൽ ഒരു ഫോളോ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ കണ്ട കാര്യമാണ്. ഞാൻ ലക്ഷ്മിയോട് ചോദ്യം ചെയ്തിട്ടുണ്ടാവുന്ന കാര്യം. എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം ആള് ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞേ, ലക്ഷ്മി എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ പല എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ചിരിക്കാത്തതും ഞാൻ അങ്ങനെ സംസാരിച്ചതൊന്നും ലക്ഷ്മിയോട്. ഞാൻ പിന്നെ ആ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. കാര്യം അതൊരു ബിഗ് ബോസിലെ ഒരു വ്യക്തിയുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ അതിൽ ലക്ഷ്മി അത് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ പുറത്തിറങ്ങി കണ്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. കാര്യം ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ ഒരു വേറൊരു ആവശ്യമായിട്ട് പോയതാ. അപ്പോൾ ഈ പറഞ്ഞ ഈ ആദിലിക്ക് നൂറിക്കും ആ ഒരു സാധനം എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്റെ വൈഫ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, ആദിലിനും നൂറിനും ഈ ഷോ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വിളിക്കണം, എന്തായാലും വിളിച്ച് കൊണ്ടുവരണമെന്ന് പറയും ചെയ്തു. എല്ലാവരും ഈ ലോകത്ത് ഈക്വലാണ്. പൊക്കമുള്ളവൻ, വണ്ണമുള്ളവൻ, കറുത്തവൻ, വെളുത്തവൻ, അങ്ങനെ ഗേ, ലെസ്ബിയൻ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ഹ്യൂമാനിറ്റി അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അല്ലാതെ ഒരു വർഗതിരിവ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം നമുക്ക് ആർക്കും വേണ്ടാന്നാണ് എന്റെ ഒരു അഭിപ്രായം. അഭിപ്രായം ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് കെയർ. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എവിക്ഷന് ശേഷം ഇന്നലെ മനസ്ഥാനയുടെ ഒരു എവിക്ഷൻ ഉണ്ട് സംഭവിച്ചിരുന്നത്. ഞാൻ ആ എവിക്ഷൻ കണ്ടില്ല. ഈ ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ പോയത്. സാധാരണ ഹോട്ടൽ ടാസ്ക് ഭയങ്കര മോശമായിരുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായം. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലം ഹോട്ടൽ ടാസ്ക് ഒരു മുട്ടൻ അലമ്പായിരുന്നു. അവരൊക്കെ വന്ന് അലമ്പി കുറെ ആൾക്കാർ ഗൂഗിളും ബഹളും പറഞ്ഞ് പുറത്ത് ഇറക്കി വിടുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. അതിന് മുന്നത്തെ പരിപാടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മളവിടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി മാന്യമായിട്ട് ഫുഡും കഴിച്ച് അവിടുന്ന് പോകുന്നു. ഹോട്ടൽ ടാസ്കിൽ ഒരു ഹോട്ടലിൽ എങ്ങനെ പോവാ, അവിടെ പോയിട്ട് ഹോട്ടലിലെ സ്റ്റാഫിന് ടിപ്സ് കൊടുക്കുക, ഹോട്ടലിൽ നമുക്ക് വരുന്ന ഭക്ഷണം അവർ തരുന്നുണ്ട് അതിന് കഴിക്കുക, കിടന്നുറങ്ങുക, പോരുക. അതാണ് ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത്. അല്ലാതെ അവിടെ കിടന്ന് അലമ്പി തകർത്തിട്ട് അവിടെ ആളുകളൊക്കെ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഉറപ്പിച്ച് പോരുക എന്നുള്ള പരിപാടി ഞാൻ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. അതിപ്പോൾ ബിഗ് ബോസ് ഹോട്ടലാണെങ്കിൽ ഏത് ഹോട്ടലാണെങ്കിലും 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഗാനഹയത്തിലാണെങ്കിൽ എവിടെ പോയി താമസിച്ചാലും മാന്യമായിട്ട് ഫുഡ് കഴിക്കുക, അവിടുത്തെ സ്റ്റാഫിന് നമ്മൾ ടിപ്സ് കൊടുക്കുക, പോരുക. ഈ അനിമോൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അനീഷിന് ടിപ്സ് കൊടുക്കുന്നത്? അനിമോൾ ഉണ്ടായത്, അനിമോൾ അവിടെ പ്രത്യേകിച്ച് ഒരു മാനേജർ എന്നുള്ള ഒരു സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അനീഷ് അങ്ങനെയല്ല. അനീഷ് അവിടെ ഫുൾ അടിച്ചു വാരുകയും അവിടെയുള്ള ഫുൾ പരിപാടികൾ ചെയ്യുകയും ചെയ്തു. അവിടെ ഞങ്ങൾ വന്ന സമയത്ത് പൂവൊക്കെ വിതറി ആ പൂവൊക്കെ ഫുൾ അടിച്ചു വാരി, നിലം മൊത്തടിച്ചു വാരി, ഞങ്ങളുടെ ബെഡ് ക്ലീൻ ചെയ്ത് പുതിയ ബെഡ് ഇടുകയും പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുകയും എല്ലാ കാര്യം ചെയ്തു തന്ന ഒരാളാണ്. എന്റെ ശോഭയുടെ പെട്ട് കൊടുക്കുകയും അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു അനീഷും ഷാനവാസും കൂടി. ഈ ബിഗ് ബോസ്